അമൃത്സറിലും സാംബയിലും വീണ്ടും പാക് ഡ്രോണുകൾ എത്തി എന്നൊരു വിവരമാണ് വരുന്നത്. അമൃത്സറിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. രണ്ടിടങ്ങളിൽ അപായ സൈറൻ മുഴങ്ങി. ഇന്ത്യൻ പ്രതിരോധ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം അവിടങ്ങളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തെ വിവരങ്ങളാണ്. വാർത്താ ഏജൻസികളും ഒക്കെ ഇക്കാര്യം ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങളും ഒക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. അമൃത്സറിലും സാംബയിലുമാണ് പാക് ഡ്രോണുകളുടെ സാന്നിധ്യം ഉണ്ടായി എന്ന വിവരം വരുന്നത്. അമൃത്സറിൽ ബ്ലാക്ക് ഔട്ടാണ്. രണ്ടിടങ്ങളിലും അപായ സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രതിരോധ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം സജ്ജമാക്കിയിട്ടുണ്ട്. ബൽറാമിലേക്ക് പോകുന്നു. ബൽറാം, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് അമൃത്സറിലും സാംബയിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഈ വെടിനിർത്തൽ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നു. ഇന്ന് DGMO തല ചർച്ചയിൽ അതിർത്തിയിൽ നിന്ന് സൈന്യത്തിന്റെ എണ്ണം കുറയ്ക്കുന്നതിനെ പറ്റി ചർച്ചകളൊക്കെ ഉണ്ടായി. ഇതൊക്കെ കഴിഞ്ഞിതാ തിരികെ വരുമ്പോൾ വീണ്ടും ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വരുന്നു. അതാണോ ഇന്നത്തെ വിവരം? ഇപ്പോൾ രണ്ടിടങ്ങളിലും അപായ സൈറൻ മുഴങ്ങുകയും ഒക്കെ ചെയ്തല്ലോ. തീർച്ചയായും വിജയകുമാർ, ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ ഈ ധാരണ ലംഘിച്ചിരിക്കുന്നു തുടർച്ചയായി എന്നാണ് വ്യക്തമാകുന്നത്. കാരണം ആദ്യ ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കകം വീണ്ടും ഡ്രോണുകളും വെടിവെപ്പും ഉണ്ടായതിനെ ഇന്ത്യയുടെ DGMOമാർ തന്നെ വിശേഷിപ്പിച്ചത് ഒരു തീരുമാനമെടുത്ത് അത് ഗ്രൗണ്ടിൽ നടപ്പാക്കുന്നതിന് എടുത്ത കാലതാമസം അല്ലെങ്കിൽ അക്കാര്യത്തിലുണ്ടായ ചില ധാരണ പിശകാകാം എന്ന തരത്തിൽ വിലയിരുത്തിയിരുന്നു ഇന്ത്യ. തുടർന്നുള്ള ഒരു ദിവസം പൂർണ്ണ നിശബ്ദത, പൂർണ്ണ ശാന്തത അത് ശരിവച്ചിരുന്നു. എന്നാൽ അത് വീണ്ടും ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം വ്യക്തമാക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ മുമ്പാണ് രണ്ടിടങ്ങളിൽ ഇത്തരത്തിൽ അപായ സൈറൻ മുഴങ്ങിയത്. ജമ്മു കശ്മീരിലെ സാംബ, ഒപ്പം തന്നെ പഞ്ചാബിലെ അമൃത്സർ എന്നിവ ഇടങ്ങളിലാണ് സൈറൻ മുഴങ്ങിയത്. തൊട്ട് പിന്നാലെ തന്നെ ആകാശത്ത് ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടു. ഡ്രോണിന് സമാനമായ അല്ലെങ്കിൽ ഡ്രോൺ സാന്നിധ്യം ഏതാണ്ട് സ്ഥിരീകരിക്കുന്നതാണ്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണ്. ഇതാണ് പ്രേക്ഷകർ കാണുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ. ഇത് രണ്ടിടങ്ങളിൽ ഈ ഡ്രോണുകൾ എത്തിയതാണ്, പാക് ഡ്രോണുകൾ എത്തിയ ദൃശ്യങ്ങളാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ നേരത്തെ ഒരു സംശയമായിരുന്നു, പക്ഷേ ഇത് സംശയമല്ല, ഇത് സ്ഥിരീകരിച്ച് തന്നെ ആ ദൃശ്യങ്ങളടക്കം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ബൽറാം, നമ്മൾ ആ ദൃശ്യങ്ങൾ കൂടി നൽകുന്നുണ്ട് രണ്ടിടങ്ങളിലും. അപ്പോൾ രണ്ടിടങ്ങളിലും ഈ ഡ്രോണുകൾ അതിർത്തിക്ക് അപ്പുറത്ത് ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ഇതിനെ നേരിടുകയും ചെയ്തു എന്നാണോ നമ്മൾ കരുതേണ്ടത്? അതോ ഇത് തിരികെ പോയി? എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? ഇത് വീഴ്ത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, അതോ ഇത് തിരികെ പോവുകയാണോ ചെയ്തത്? വിജയകുമാർ, നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഡ്രോണുകളെ നേരിട്ടിരിക്കുന്നു ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം എന്നുള്ളതാണ്. അവയെ തകർത്തിരിക്കുന്നു വ്യോമ പ്രതിരോധ സംവിധാനം. കൂടുതൽ ഡ്രോണുകൾ വരുന്നുണ്ടോ എന്ന കാര്യം നിരീക്ഷിക്കുകയാണ്. തിരികെ പോയതായി വിവരമില്ല, മറിച്ച് അതിനെ ഫലപ്രദമായി തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇടപെടാനും ആ ഡ്രോണുകളെ നശിപ്പിക്കാനും കഴിഞ്ഞിരിക്കുന്നു. പുറത്തു വന്നിരിക്കുന്നത് സാംബയിലെ, ജമ്മു മേഖലയിലെ സാംബയിലെ ദൃശ്യങ്ങളാണ്. അവിടെ ഡ്രോണുകളെ തകർത്തിരിക്കുന്നു. സമാനമായ നടപടി തന്നെ അമൃത്സറിലും ഉണ്ടായിരിക്കുന്നു. രണ്ടിടങ്ങളിലും അപായ സൈറനും മുൻകരുതൽ നടപടിയായി ബ്ലാക്ക് ഔട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡ്രോണുകളെ, ആദ്യ ഘട്ടത്തിൽ വന്ന ഡ്രോണുകളെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ വീണ്ടും ചതി ആവർത്തിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചു. ഇനി ഇത്തരത്തിൽ ആക്രമണമില്ല, വെടിനിർത്തൽ എന്നുള്ള പ്രഖ്യാപനം, അഭ്യർത്ഥന പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വരുന്നു. അത് ഇന്ത്യ അംഗീകരിക്കുന്നു. തുടർന്ന് സമാധാനപരമായ 2 ദിവസങ്ങൾ, രണ്ടാം ദിവസം വീണ്ടും ഒരു DGMO തല ചർച്ച പൂർത്തിയാക്കുന്നു. അതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ വീണ്ടും ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് അയച്ചിരിക്കുന്നത്. അവയെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഈ ചർച്ചയിലൂടെ ചർച്ചയിലൂടെ സമാധാനം കൊണ്ടുവന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത്തരത്തിൽ ജാഗ്രത ഇല്ലാതിരിക്കും എന്ന ഒരു പ്രതീക്ഷയിൽ പാകിസ്ഥാൻ അയച്ചു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. അല്ലാത്ത പക്ഷം ചർച്ച പൂർത്തിയായി വീണ്ടും അതിർത്തികളിൽ നിന്നും ആൾബലം കുറയ്ക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ വരെ നടന്നതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഡ്രോണുകൾ വീണ്ടും ഇന്ത്യയുടെ നിർണായകമായ 2 ഇടങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത്. സാംബ സെക്ടറിലേക്കും അമൃത്സറിലേക്കും ആണ് അയച്ചിരിക്കുന്നത്.
ഇതിന് മറ്റു കാരണങ്ങളൊന്നും തന്നെ നിരത്താൻ നിലവിൽ പാകിസ്ഥാന് കഴിയില്ല. ശരി കാരണം ശരി രണ്ട് ബൽറാം തുടരുക.